ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എഗ് ബോൾസ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഈ മുട്ട സ്ലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ബ്രദേഴ്സ് കൂടിയിട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മുട്ട ഇതേപോലെ സ്ലൈസ് ചെയ്യാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഉപ്പാട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളകും പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇടുകയാണ്. ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നിങ്ങളവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പറയൂ കേട്ടോ, കമൻറ്റ് ചെയ്യൂ. നല്ല മഴയാണ് ഗൈസ്, രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ മുളകും പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഗൈസ് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടോളൂ. എഗ് ബോൾസിൽ അതിൻ്റെ ഫ്ലേവർ കേട്ടോ നല്ല പോലെ വരേണ്ടത്. നിങ്ങൾ എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ചിക്കൻ മസാലയോ അതോ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതിടാം. നമ്മളിപ്പോൾ ചിക്കൻ മസാല ആട്ടോ ഇടുന്നത്. നമ്മൾ ചിക്കൻ മസാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇതിൻ്റെ മെയിൻ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മസാല ഒക്കെ എല്ലാ സ്ഥലത്തും പിടിക്കണം. നിങ്ങൾക്ക് അച്ഛനാണോ അമ്മേനാണോ കൂടുതൽ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഫ്രീ ഫയറിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയർ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അനിയത്തി ഉണ്ടോ അതോ അനിയന്മാരുണ്ടോ അതോ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ പൊടിച്ചിട്ട് നല്ല പോലെ ഉണ്ടകളാക്കിയിട്ടുണ്ട് കേട്ടോ, ബോൾസ്. എന്നിട്ട് 2 മുട്ട എടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് മുട്ട എടുക്കുക. ഞങ്ങളിവിടെ 2 മുട്ട എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ട് പിന്നെ ഇളക്കണം കേട്ടോ, നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളതിലേക്ക് എല്ലാം അതിൽ മിക്സ് ചെയ്യണം. ഉപ്പിടുക. പിന്നെ അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഉപ്പിടുക. മിക്സ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകരുത്. അങ്ങനെ മിക്സ് ചെയ്ത് ഒരു പരുവാവും. ഇതേ ഒരു പരുവാവും. നിങ്ങൾക്ക് ബൗളിലൊക്കെ ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു ബ്രെഡ് എടുക്കുക, അതിൻ്റെ ചുറ്റോറം ഇങ്ങനെ മുറിക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്, കളയരുത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈസ് പോലൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് കുറേ നമ്മൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമുക്കത് ബ്രെഡ് എടുത്ത് നമ്മളിങ്ങനെ പൊടിച്ചിടാം. ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം ഞങ്ങൾ മിക്സിയിലിടാത്തത്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് എല്ലാതും പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഇതും ഇതേപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഈ 3 ബ്രദേഴ്സ് കൂടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. വേറെ ആരും ഇല്ല. തെറ്റുണ്ടാവും, പല തെറ്റുണ്ടാവും. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം പ്ലീസ്. പിന്നെ ഫോണിന് ക്ലാരിറ്റി ഇത്തിരി കുറവെന്നല്ല കുറവാണ്. സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു പുതിയ ഫോൺ വാങ്ങാം, വീഡിയോ എടുക്കാനായിട്ട് ഒരു ഫോൺ വാങ്ങാം. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഞങ്ങൾ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ഐറ്റംസ്. ഇനി നമ്മൾ പാന് നല്ല പോലെ ചൂടാവണം. പാന് ഞങ്ങൾ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്നൊന്നും അറിയില്ല, എന്നാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. ശരിക്കും ഇതിന് വെളിച്ചെണ്ണ കേട്ടോ നല്ലത്. നമ്മളെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ബോൾ എടുത്ത് മുട്ടയിൽ കവർ ചെയ്യുക. നല്ല പോലെ പൊടിയിൽ ഇട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ബ്രെഡ് പൊടിയിലിട്ട് കോട്ട് ചെയ്യാം. എല്ലാതും നമ്മൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. നമ്മൾ എല്ലാതും എടുത്ത് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി പറയുകയാണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ രണ്ടാമത്തെ വീഡിയോ കേട്ടോ യൂട്യൂബിലത്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.